നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12. ബ്രോഡ് ബേസ്ഡായിട്ടുള്ള സെല്ലിങ്ങിനെ തുടർന്നും IT, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫിനാൻഷ്യൽ തുടങ്ങിയ മേഖലകളിലും കൂടാതെ ബോർഡർ മാർക്കറ്റ്സിലും അനുഭവപ്പെട്ട ശക്തമായ ഇടിവിനെ തുടർന്ന് തുടർച്ചയായി ഇന്ന് നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഏപ്രിൽ 7 ശേഷം ഇതാദ്യമായിട്ട് 23,500 എന്ന ലെവലിന് താഴെയായിട്ട് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല, വെള്ളി, തിങ്കൾ, ഇന്ന് ചൊവ്വ ഉൾപ്പെടെ 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും ഏകദേശം 4.25% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു ഇടിവിലേക്ക് നയിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. തുടർന്ന് അങ്ങോട്ട് ഇടിവ് തന്നെയായിരുന്നു മാർക്കറ്റിൽ അനുഭവപ്പെടുകയും ചെയ്തത്. 23,500 എന്ന സൈക്കോളജിക്കൽ ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് 23,348 എന്ന ലെവലിൽ നിന്നും മാത്രമേ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചുള്ളൂ. 410 പോയിന്റുകൾക്കടുത്തുള്ള ട്രേഡിംഗ് റേഞ്ചും ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. 436 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1,456 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 884 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 417 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 2,570 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് IT മേഖലയ്ക്ക് 3.25% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, ടോപ്പ് ലൂസിംഗ് സെക്ടറായിട്ട് മാറുകയും ചെയ്തു. കൂടാതെ ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും ശക്തമായ ഇടിവ് തന്നെയാണ് അനുഭവപ്പെട്ടത്. എസ്പെഷ്യലി നിഫ്റ്റി സ്മോൾ ക്യാപ്പിലൊക്കെ 3% ഇടിവും പ്രകടമായിരുന്നു. മാത്രമല്ല, ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ലോയായ 95.63 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗ് മൂലവും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് മൂലവും അമേരിക്കൻ ഇറാൻ പ്രശ്നങ്ങളെ തുടർന്ന് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ദൃശ്യമായ പരിഹാരമില്ലാതെ തുടരുന്നതിനാലും ആഗോള വിപണി മൂലധനത്തിൽ ഇന്ത്യയുടെ പങ്ക് 4 വർഷത്തിനിടെ ആദ്യമായിട്ട് 3% താഴേക്ക് പോവുകയും ചെയ്തു. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ JP മോർഗന്റെ ഭാഗത്ത് നിന്നും പുതിയ റിപ്പോർട്ട്സ് വന്നു. അതായത് ഉടനടി തന്നെ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് കടലെടുക്ക് തുറക്കുകയാണെങ്കിൽ കൂടിയിട്ടും ഈ വർഷത്തില് ബ്രെന്റ് ക്രൂഡിന്റെ വില $100 മുകളിലായിട്ട് ബാരലിന് നിലനിൽക്കുമെന്നുള്ള പുതിയ റിപ്പോർട്ട്സ് ആണ് JP മോർഗൻ മുന്നോട്ട് വയ്ക്കുന്നതും. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു ഇടിവിലേക്ക് തള്ളിവിടുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു, വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റ് ഇറാന്റെ പ്രപ്പോസൽസ് ഒക്കെ പരിപൂർണമായിട്ടും തള്ളുക മാത്രമല്ല, US ഇറാൻ സീസ് ഫയർ പൊട്ടലിന്റെ വക്കിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള പ്രസ്താവനയും ട്രംപ് നടത്തുകയും ചെയ്തു. കൂടാതെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും നാളെ അദ്ദേഹത്തിന്റെ ചൈന സന്ദർശനം ആരംഭിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത വരുമെന്നുള്ള പ്രസ്താവനയും അദ്ദേഹം കൂട്ടിച്ചേർത്തതും ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ മുകളിലുള്ള അസ്ഥിരത വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ 0.5% മാത്രം ഉയർച്ച രേഖപ്പെടുത്തിയ ബ്രെന്റ് ക്രൂഡിന്റെ വിലയില് പിന്നീട് 3%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയില് 3%-ലേറെയും ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിക്കുന്നതിനും വിന്യസിക്കുന്നതിനും സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് $4 ബില്യൺ സപ്പോർട്ടോടുകൂടി പുതിയൊരു കമ്പനി ആരംഭിക്കുകയാണെന്ന് ഓപ്പണായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ IT മേഖല തകർന്നടിയുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. സിംഗിൾ ഡേയില് 3.73% നഷ്ടത്തോടു കൂടിയിട്ടാണ് നിഫ്റ്റി ITക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. തൽഫലമായി നിഫ്റ്റി IT കൃത്യം 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് മെയ് 2023 ശേഷം അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ചെലവ് ചുരുക്കൽ നടപടികൾക്കായിട്ടുള്ള ആഹ്വാനം അദ്ദേഹം നടത്തി. എന്നാൽ പിന്നീട് അതിനുശേഷവും 24 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ തവണയും അദ്ദേഹം ചെലവ് ചുരുക്കൽ നടപടികളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള പുനഃപ്രഖ്യാപനവും നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്നും റിയാലിറ്റി മേഖലയ്ക്ക്, എസ്പെഷ്യലി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾക്ക് ശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ടും വന്നത്. കൂടാതെ ഒരു വർഷത്തേക്ക് അത്യാവശ്യമില്ലെങ്കിൽ സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കണമെന്നുള്ള PM-ന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഇടിവിന് ശേഷം ഇന്നും ഇന്ത്യൻ ജുവല്ലറി സ്റ്റോക്കുകളിലും ശക്തമായ വീക്കൻസ് തന്നെയായിരുന്നു പ്രകടമായിരുന്നതും. ഇതിനെല്ലാം പുറമെ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഉയർച്ചയുടെ
ഫലമായിട്ട് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 35 പൈസയുടെ നഷ്ടത്തോടുകൂടി ഫ്രഷ് റെക്കോർഡ് ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് ശക്തമായി ദുർബലപ്പെടേണ്ടി വന്നതും കൂടാതെ ഇന്നലെ 10% ഉയർച്ച ക്ലോസിംഗ് ബേസിസിൽ രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ നിന്ന് 4% ഉയർച്ചയോടുകൂടി 19.28 എന്ന ലെവലിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടി വന്നതും മാത്രമല്ല ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ഇന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും പിന്നീട് വൈകുന്നേരം 6 മണിയോടുകൂടി യുഎസിൽ നിന്നും ഇരു രാജ്യങ്ങളുടെയും ഇൻഫ്ലേഷൻ ഡേറ്റകൾ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ കൂടാതെ മദർ മാർക്കറ്റായ യുഎസ് മാർക്കറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ ഡേറ്റകൾ വരുന്നതിന് മുന്നോടിയായിട്ട് ഉടലെടുത്ത ആശങ്കയും ഇതിനെ തുടർന്ന് നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ 8437.56 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ശക്തമാക്കുക തന്നെയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ ട്രേഡേഴ്സ് ഒക്കെ പൊസിഷൻസ് സ്കോർ ഓഫ് ചെയ്യുന്നതിനാലും റോൾ ഓവർ ചെയ്യുന്നതിനാലും മൂലം ഉടലെടുത്ത വോൾട്ടാലിറ്റിയും ഗ്ലോബൽ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇടിവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 67 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 1.25%, നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ആകെ ജപ്പാൻ, സിംഗപ്പൂർ, തായ്വാൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.92%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 3.2% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. തൽഫലമായി ബ്രെന്റ് ക്രൂഡിന്റെ വില 107.25 എന്ന ലെവലിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $101.21 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നപ്പോൾ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. എണ്ണയുടെ വിലയിലുണ്ടായ വർധനവ് മൂലം ഗോൾഡിന്റെ വില 4701.88 പൗണ്ട്സ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓൺവേർഡ് ടെക്നോളജീസ് ടെൻഡർ ഓഫർ വഴി 5,08,780 ഇക്വിറ്റി ഓഹരികൾ 328 രൂപ പെർ ഷെയർ എന്ന നിരക്കില് ബൈബാക്ക് ചെയ്യുവാനായിട്ടുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആഗോളതലത്തിൽ ഏജന്റിക് കൊമേഴ്സ് വികസിപ്പിക്കുന്നതിന് റിസോൾവ് AI-യുമായിട്ട് പങ്കാളിത്തം കമ്പനി സ്ഥാപിച്ചു. ദീപക് ഫെർട്ടിലൈസേഴ്സ് 74.89 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. ദേബ് ലാബ്ടെക് വെഞ്ചേഴ്സ് 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കമ്പനി പ്രഖ്യാപിച്ചു. ട്രെയിനെക്സ് ചെന്നൈയിലെ ICF-ൽ നിന്ന് 1.99 കോടി രൂപയുടെ 40 ടൺ EOT ക്രെയിനിനുള്ള ഓർഡർ ലഭിച്ചു. കോൾ ഇന്ത്യ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ CIL സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിനെ കമ്പനിയിൽ നിന്നും വേർപെടുത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചു. വൺ മൊബിക്വിക് സിസ്റ്റംസ് ഇന്ന് ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ കമ്പനി പ്രസിദ്ധീകരിച്ചു. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 56 കോടി രൂപ നെറ്റ് ലോസിൽ നിന്നും ഇത്തവണ 4.38 കോടി രൂപയായിട്ട് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 8% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.